ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നസീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷേക്കുമായിട്ടാണ്. ചക്കക്കുരു കൊണ്ടുള്ളൊരു ഷേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കാണിത്. ബദാം ജ്യൂസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു ഷേക്കാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ച ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലിട്ടിട്ട് 5-6 വിസിൽ വരുന്നവരെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് വെന്ത് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം, എന്നാലേ നമുക്ക് തൊലി കളയാൻ എളുപ്പമുണ്ടാവുള്ളൂ. നമുക്ക് ഓരോന്നായി എടുത്തിട്ട് അതിൻ്റെ തൊലി കളയാം. തൊടുമ്പം തന്നെ അത് നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ പറ്റും. കൈ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞു കൊടുത്താൽ മതി. അതിന് പുറത്തുള്ള വൈറ്റ് മാത്രം കളഞ്ഞാൽ മതി. ആ റെഡ് കളർ വരുന്ന ഭാഗം കളയണം എന്നില്ല. ഞാൻ ഷേക്കിന് ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുള്ളും നന്നായിട്ട് കളഞ്ഞത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് കളർ മാത്രം കളഞ്ഞാൽ മതി. എല്ലാം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചക്കക്കുരു ഇടുക. ഇനി അതിലോട്ട് കുറച്ച് തണുത്ത പാൽ ഒഴിക്കുക. ആദ്യം കുറച്ച് മാത്രം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യുന്നു. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിക്കുക. 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചാൽ മതി. രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യണം. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ബാക്കി വന്ന പാലും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ബൂസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഷേക്കാണിത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല ടേസ്റ്റുള്ളൊരു ഷേക്കാണിത്. ഇത് ജ്യൂസ് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം, ഷേക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. രണ്ടും ടേസ്റ്റാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണിത്.
താങ്ക് യു.